ഓക്കെ, നമ്മളിപ്പോൾ ഫസ്റ്റ് റൗണ്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റൗണ്ട് 2 മുതൽ റൗണ്ട് 5 വരെയുള്ള പോർഷൻ നമുക്ക് ചെയ്യേണ്ട പാറ്റേൺ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ ഇനി ഇവിടുന്ന് ടേൺ ചെയ്യും. നമ്മളിവിടെ ഇങ്ങനെ ടേൺ ചെയ്തിട്ട് 3 ചെയിൻ ഇട്ട് കൊടുക്കും. ചെയിൻ ഇട്ട് കൊടുത്താണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഡബിൾ ക്രോഷയ്ക്ക് 3 ചെയിനാണ് ടേണിങ് ചെയിനായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നാൽ മാത്രമേ നമ്മൾ ഹൈറ്റ് കറക്റ്റായിട്ട് അത് അഡ്ജസ്റ്റ് ആയിട്ട് വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു സൈഡിൽ നമ്മൾ 9 ഡബിൾ ക്രോഷയാണ് ചെയ്തിരിക്കുന്നത്. ഈ 9 ഡബിൾ ക്രോഷയുടെ കൂടെ ദാണ്ട് ഇവിടെ നമ്മൾ ഈ കോർണറിൽ കൊടുത്ത 2 ഡബിൾ ക്രോഷ കൂടെ ഇതിൻ്റെ കൂടെ ചേർന്ന് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് മൊത്തം 11 ഡബിൾ ക്രോഷ വരുന്നുണ്ട്. അപ്പം ഈ പോയിന്റിൽ നമ്മൾ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ള 10 എണ്ണത്തിൽ 10 ഡബിൾ ക്രോഷയിലും ഓരോ ഡബിൾ ക്രോഷ വീതം ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ 2 ചെയിൻ കൊടുത്ത ഈ കോർണർ സ്പേസ് ഉണ്ടല്ലോ, ഈ കോർണർ സ്പേസിൽ നമുക്ക് 2 ഡബിൾ ക്രോഷ, 2 ചെയിൻ, 2 ഡബിൾ ക്രോഷ ചെയ്യാം. നമ്മൾ ആദ്യത്തെ റൗണ്ടിൽ 9 ഡബിൾ ക്രോഷ ആയിരുന്നു സ്ലീവിന് ചെയ്തിരുന്നതെങ്കിൽ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ ഇവിടെ 2 എണ്ണവും ഇവിടെ 2 എണ്ണവും കൂടെ എക്സ്ട്രാ വരുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് മൊത്തം 13 ഡബിൾ ക്രോഷ ആയിരിക്കും വരിക. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്കത് ഇവിടെ ഒരു കോർണർ വരുന്നുണ്ട്, 2 ചെയിൻ കൊടുത്തൊരു കോർണർ സ്പേസ് വരുന്നുണ്ട്. ഈ കോർണർ സ്പേസിൽ നമ്മൾ വീണ്ടും 2 ഡബിൾ ക്രോഷ, 2 ചെയിൻ, 2 ഡബിൾ ക്രോഷ ചെയ്യും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ നമ്മൾ 18 ഡബിൾ ക്രോഷയാണ് ഫ്രണ്ട് നെക്കിന് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ നെക്കിന് നമ്മൾ ഡബിൾ ക്രോഷ വീതം ചെയ്യുമ്പം ഇവിടെയും 2 എക്സ്ട്രാ 2 കോർണറിൽ നമ്മൾ മുന്നേ കൊടുത്ത 2 ഡബിൾ ക്രോഷ, ഇവിടെ 2 ഡബിൾ ക്രോഷ ഉണ്ട്. അപ്പോൾ 18 എന്നുള്ളത് അടുത്ത റൗണ്ടിൽ വരുമ്പോൾ നമുക്ക് 22 ഡബിൾ ക്രോഷ ആവും. അതേപോലെ ഇവിടെ നമുക്ക് സ്ലീവ് ചെയ്ത് വരുമ്പം നേരത്തെ 9 ആയിരുന്നു. ഇനി നമ്മൾ ചെയ്യുമ്പം 9 എന്നുള്ളത് 13 ഡബിൾ ക്രോഷ ആയിട്ട് ഇൻക്രീസ് ചെയ്യും. പിന്നെ നമ്മുടെ ബാക്ക് പോർഷനിൽ മൊത്തം 9 ഡബിൾ ക്രോഷ ആയിരുന്നു. അടുത്ത റൗണ്ടിലേക്ക് വരുമ്പോൾ നമുക്കത് 11 ഡബിൾ ക്രോഷ ആയിട്ട് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അതിനായിട്ട് നമുക്കത് ആദ്യം 3 ഡബിൾ ക്രോഷ, 3 ചെയിൻ, ഡബിൾ ക്രോഷ അല്ല 3 ചെയിൻ ഇട്ട് കൊടുക്കാം. 1 2 3 3 ചെയിൻ ഇട്ട് കൊടുത്തു. ഇനി നമുക്കൊന്ന് ടേൺ ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ചെയിനിലേക്ക് നമുക്ക് ഡബിൾ ക്രോഷ ചെയ്യാം. ഓക്കെ, ഡബിൾ ക്രോഷ. ഓക്കെ, നമ്മൾ ആദ്യത്തെ ഒരു ഡബിൾ ക്രോഷ ചെയ്തു. സെക്കൻഡ് ഡബിൾ ക്രോഷ. ഓക്കെ, അപ്പോൾ നമ്മൾ 11 ഡബിൾ ക്രോഷ ചെയ്തു. ഇനി നമുക്കിവിടെ ഉള്ളത് ഈ ഒരു ചെയിൻ സ്പേസ് ആണ്. ഈ ചെയിൻ സ്പേസ് നമ്മൾ കവർ ചെയ്യാനായിട്ട് ദാണ്ട് ഇവിടെ ഇങ്ങനെ ഡബിൾ ക്രോഷ തന്നെ കൊടുക്കുവാണ്. ഒരു ഡബിൾ ക്രോഷ ചെയ്തു. രണ്ടാമത്തെ ഡബിൾ ക്രോഷ ചെയ്തു. 2 ചെയിൻ ചെയ്തു. പിന്നെ നമ്മൾ 2 ഡബിൾ ക്രോഷ ചെയ്യണം. 1 2. ഓക്കെ, നമ്മൾ 2 ഡബിൾ ക്രോഷ ചെയ്തു. അപ്പോൾ നമ്മൾ ആദ്യത്തെ 11 ഡബിൾ ക്രോഷ നമ്മൾ ചെയ്തു. ഇനി നമുക്ക് സ്ലീവിൻ്റെ പോർഷനിലേക്ക് പോവാം. സ്ലീവിൻ്റെ പോർഷനിലേക്ക് പോകാനായിട്ട് നമുക്ക് 1 2 3 4 5 6 7 8 9 10 11 12 13. ഈ 13 ഡബിൾ ക്രോഷ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ചെയിനിലേക്ക് നമ്മൾ എത്തും. ഈ ചെയിനിൽ നമ്മൾ 2 ഡബിൾ ക്രോഷ, 2 ചെയിൻ, 2 ഡബിൾ ക്രോഷ ചെയ്തിട്ട് പിന്നെ നമ്മൾ ഫ്രണ്ട് പോർഷനിലേക്ക് പോകും. അപ്പോൾ നമ്മൾ സ്ലീവ് ചെയ്യാനായിട്ട് പോവാണ്. ജസ്റ്റ് എല്ലാം ഇങ്ങനെ തുടങ്ങുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ
നമ്മൾ ചെയിൻ്റെ എണ്ണമൊക്കെ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിയാൽ നമ്മൾ ഡൗട്ട് ക്ലിയർ ആവും. ഇതാണോ ആദ്യത്തെ ചെയിൻ, ഇനി ഇതാണോ ആദ്യത്തെ ചെയിൻ എന്നൊക്കെ ഒരു ഡൗട്ടൊക്കെ ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ ബിഗിനേഴ്സിനൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ലാസ്റ്റ് ഡബിൾ ക്രോഷേ ആണത്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ഡബിൾ ക്രോഷയും ചെയ്തു. കണ്ടോ, നമ്മൾ സ്റ്റിച്ചസ് ഒക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ, എന്ത് രസമല്ലേ നമ്മൾ ഓരോ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ. ഇനി നമുക്ക് ഈ ചെയിൻ സ്പേസിലേക്ക് 2 ഡബിൾ ക്രോഷേ, രണ്ട് ചെയിൻ, പിന്നെ 2 ഡബിൾ ക്രോഷേ നമ്മൾ ചെയ്യും. 1 2. ഓക്കെ, 2 ഡബിൾ ക്രോഷേ ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ള ഫ്രണ്ട് നെക്ക് പോർഷനാണ്. മുന്നേ നമ്മൾ ചെയ്തത് 18 ഡബിൾ ക്രോഷേ ആയിരുന്നു. ഇനി നമ്മൾ ഈ ഒരു പോർഷനും ഇതും കൂടെ ചേർത്തിട്ട് മൊത്തം 22 ഡബിൾ ക്രോഷയാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഒരു ഡബിൾ ക്രോഷേ ഉണ്ട്, അതിൻ്റെ തൊട്ട് മുകളിൽ ഇവിടെ 2 ചെയിനുണ്ട്. ആ ചെയിനിലേക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ഡബിൾ ക്രോഷേ, ഇരുപത്തി 2. അപ്പം മൊത്തം 22 ഡബിൾ ക്രോഷേ നമ്മളിത് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പാറ്റേൺ വരുന്നത് എങ്ങനെയാണെന്ന് കണ്ടോ. കോർണർ സ്പേസ് ആണ്. കോർണർ സ്പേസിൽ 2 ഡബിൾ ക്രോഷേ, 2 ചെയിൻ, 2 ഡബിൾ ക്രോഷേ. നമുക്ക് ഫസ്റ്റ് ഡബിൾ ക്രോഷേ ചെയ്യാം. സെക്കൻഡ് ഡബിൾ ക്രോഷേ, ഇത് കഴിഞ്ഞ് നമുക്ക് 2 ചെയിൻ ഇട്ട് കൊടുക്കാം. പിന്നെ വീണ്ടും 2 ഡബിൾ ക്രോഷേ. ഓക്കെ, ഫസ്റ്റ് ഡബിൾ ക്രോഷേ, സെക്കൻഡ് ഡബിൾ ക്രോഷേ. ഓക്കെ, അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്ലീവ് കൂടെ ചെയ്യണം. സ്ലീവിൽ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ 13 ഡബിൾ ക്രോഷേ ആണ് ഇനി ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. നമ്മൾ ഇവിടുത്തെ ആദ്യത്തെ ഡബിൾ ക്രോഷേ ഇതാണ്. ഇതിന് മുകളിലത്തെ ചെയിൻ എന്ന് പറയുമ്പോൾ ഇതാണ് കേട്ടോ. മുകളിലത്തെ ചെയിൻ എന്ന് പറയുമ്പോൾ ഇതാണ്. ഇതിൽ പിടിക്കരുത് ആരും, ഇതിലൊന്നും ചെയ്യരുത്. ഇതിൻ്റെ മുകളിൽ ഇവിടെയായിട്ടാണ് ചെയിൻ വരിക. ഓക്കെ, നമുക്ക് ഇതിനകത്തോട്ട് ഹൂക്ക് ഇൻസേർട്ട് ചെയ്യണം. പതിമൂന്നാമത്തെ ഡബിൾ ക്രോഷേ നമ്മൾ ചെയ്തു. ഓക്കെ, നമ്മളൊന്ന് കൗണ്ട് ചെയ്ത് നോക്കുന്ന എപ്പോഴും നല്ലതാണ്. 1 2 3 4 5 6 7 8 9 10 11 12 13. പതിമൂന്ന് ഡബിൾ ക്രോഷേ. ഇത് കണ്ടോ, ഇത് 2 ഡബിൾ ക്രോഷേ ഇവിടുത്തതും 2 ഡബിൾ ക്രോഷേ ഇവിടുത്തതും, 2 ചെയിൻ 2 ഡബിൾ ക്രോഷേ ഇവിടുത്തതുമാണ്. മൊത്തം നമ്മൾ 13 ഡബിൾ ക്രോഷേ ചെയ്തു. ഇനി നമ്മൾ അടുത്ത ചെയിൻ പോർഷനാണ്, 2 ചെയിൻ ഇട്ട പോർഷനാണ്. ഇവിടെ നമ്മൾ ആദ്യം 2 ഡബിൾ ക്രോഷേ ചെയ്യും. ഫസ്റ്റ് ഡബിൾ ക്രോഷേ, സെക്കൻഡ് ഡബിൾ ക്രോഷേ. നമുക്ക് 2 ചെയിനാണ് ചെയ്യേണ്ടത്. 1 2 2 ചെയിൻ ഇട്ട് കൊടുത്തു. നമുക്ക് വീണ്ടും 2 ഡബിൾ ക്രോഷേ ചെയ്യേണ്ടത്. 1 2. ഓക്കെ,
അപ്പം നമ്മുടെ കോർണർ, 4ാമത്തെ കോർണർ നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ബാക്ക് പോർഷനാണ് ചെയ്യേണ്ടത്. ബാക്ക് പോർഷനിൽ നമുക്ക് സ്റ്റിച്ചസ് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. സ്റ്റിച്ചസ് ഇവിടെ 11 ഡബിൾ ക്രോഷ്യ ഉണ്ട്. ഈ 11 ഡബിൾ ക്രോഷ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്ത 8 ഡബിൾ ക്രോഷ്യ ഉണ്ട് ഇവിടെ. ടേണിങ് ചെയിൻ കഴിഞ്ഞ് നമ്മളിവിടെ 8 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ കോർണറിൽ ചെയ്ത് 2 ഡബിൾ ക്രോഷ്യ ചെയ്ത് മൊത്തം 11. ഈ 11 ഡബിൾ ക്രോഷ്യയിൽ നമ്മൾ ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്യും. ഓക്കെ, 11. അപ്പം നമ്മൾ 11 ഡബിൾ ക്രോഷ്യ നമ്മളിവിടെ ചെയ്തു. ഇപ്പോൾ നമ്മുടെ ഫ്രോക്കിൻ്റെ പാറ്റേൺ വരുന്നത് എങ്ങനെയാണെന്ന് കണ്ടോ? ഇങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സ് വരുന്ന ഒരു യാൺ ആയതുകൊണ്ട് നമ്മുടെ ഫ്രോക്ക് കംപ്ലീറ്റ് ആയിട്ട് വരുമ്പോൾ നല്ല രസമായിരിക്കും കാണാനായിട്ട്. ഇനി നമുക്ക് റൗണ്ട് 3 സ്റ്റാർട്ട് ചെയ്യാം. റൗണ്ട് 2ൽ ചെയ്ത സെയിം സ്റ്റിച്ചസ് തന്നെയാണ്, സെയിം പാറ്റേൺ തന്നെയാണ് റൗണ്ട് 3ൽ നമ്മൾ ചെയ്യാം. റൗണ്ട് 3, 4, 5, 2 മുതൽ 5 വരെ നമ്മൾ ഒരേ പാറ്റേൺ ആണ് ചെയ്യാം. പക്ഷേ നമ്മൾ ഓരോ റൗണ്ട് കഴിയും തോറും ഈ സ്റ്റിച്ചസിൻ്റെ എണ്ണം കൂടി വരും. അപ്പം നമ്മുടെ കുഞ്ഞിൻ്റെ നെക്കിൻ്റെ പോർഷനിൽ വരുന്ന സ്റ്റിച്ചസിനെക്കാട്ടിയും കൂടിയിട്ടാണ് നമ്മൾ ഈ സെക്കൻഡ് റൗണ്ട് ചെയ്തപ്പോൾ വന്നത്. അപ്പോൾ അതേപോലെ ഓരോ സൈഡിലും ഇവിടെ ആദ്യം 9 എന്നുള്ളത് ഇവിടെ 11 ആയി. ഇനി ഇവിടെ 11 എന്നുള്ളത് 13 ആവും. അടുത്ത റൗണ്ട് 13 എന്നുള്ളത് 15 ആവും. അങ്ങനെ 2 അല്ലെങ്കിൽ 4 സ്റ്റിച്ച് വെച്ച് കൂടിയിട്ടായിരിക്കും നമുക്ക് പോവാം. അപ്പോൾ അടുത്ത റൗണ്ട്, 3ാമത്തെ റൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ 3 ചെയിൻ ഇട്ട് കൊടുക്കുക. ഞാൻ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അടുത്ത 2, 3, 4, 5 റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ഫ്രോക്കിൻ്റെ യോക്ക് പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 5 റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇതായിരുന്നു നമ്മൾ കൊടുത്ത ഫൗണ്ടേഷൻ ചെയിൻ. 60 ചെയിൻ നമ്മൾ കൊടുത്തു. പിന്നെ നമ്മൾ ഫസ്റ്റ് റൗണ്ട് ഡബിൾ ക്രോഷ്യ ചെയ്തു, സെക്കൻഡ് റൗണ്ട് ചെയ്തു, തേർഡ് റൗണ്ട് ചെയ്തു, 4th റൗണ്ട് ചെയ്തു, 5th റൗണ്ട്. നമ്മൾ 5 റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ കാണിച്ചു തരാം. ഓൾമോസ്റ്റ് കുറച്ചധികം യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു പകുതിയോളം ഒക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. 1 വയസ്സുള്ളൊരു കുട്ടിക്ക് യോക്ക് പോർഷൻ നമ്മൾ ചെയ്യുക 5 to 6 റൗണ്ടാണ്. ഞാനിപ്പോൾ 5 റൗണ്ട് ചെയ്തു. നമ്മുടെ കയ്യിൽ അളവ് ഫ്രോക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുട്ടിയുടെ അളവ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അളവ് നോക്കിയിട്ട് 5 റൗണ്ടോ 6 റൗണ്ടോ വെച്ച് ചെയ്യാം. ഇതിലിപ്പോൾ അളവുകളൊന്നും ഇല്ല. അതുകൊണ്ട് ഞാനിപ്പോൾ 1 റൗണ്ടും കൂടി എക്സ്ട്രാ ചെയ്യുവാണ്. 6 റൗണ്ടാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്.